ഹേ ബഡീസ്, വെൽക്കം ബാക്ക്. അപ്പോൾ മറ്റേ നമ്മളിന്ന് വണ്ടി ഒന്ന് വാക്സിന് കൊടുക്കാൻ പോവാണ് കേട്ടോ. വണ്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മച്ചാൻ. മൊത്തത്തിൽ ഭയങ്കര ശോകമാണ്. ചെയിൻ്റെ അകത്തും കാര്യങ്ങൾക്കകത്തൊക്കെ മൊത്തത്തിൽ മണലും കാര്യങ്ങളൊക്കെ കയറിയിരിക്കുകയാണ്. അന്നേരം വണ്ടി എനിക്ക് ഇപ്പോൾ ഓടിക്കാൻ പോലും തോന്നുന്നില്ലായിരുന്നു. കാരണം ഈ സാധനം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര ഒരു മെനകേടാണ് കേട്ടോ. വീട്ടിൽ കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കഴിയാനും അത്രയും ഒരു പ്രോപ്പറായിട്ട് വൃത്തിയാവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സർവീസ് സ്റ്റേഷനിൽ പോയിട്ട് വണ്ടി കഴുകാൻ കൊടുക്കണം. അതൊക്കെ അവിടെ നല്ല തിരക്കാണ്. അല്ലേ എന്തെങ്കിലും ഒരു പരിപാടി അവതരിപ്പിച്ച് ഇത് തന്നെയാണ് അവസ്ഥ. സർവീസ് സ്റ്റേഷൻ ഉണ്ട്, ഇവിടെയും കൂടെ നമുക്ക് കാണിച്ച് നോക്കാം. വണ്ടി കഴിയുമെന്ന് ആർക്കറിയാം, ചോദിച്ചു നോക്കാം. ഹലോ, പുതിയ സിസ്റ്റം. ആ അതെ, നിങ്ങൾ എവിടെയാ? നിങ്ങളെ കാണാനില്ല. കുഞ്ഞു എങ്ങനെയായി? എന്നാ പരിപാടി? കഴുകാൻ വന്നാണ്. കഴുകാൻ വന്നു. വണ്ടി ഇടാൻ വന്നാണോ? ആ, കറണ്ടില്ല. മച്ചന്മാരെ, അപ്പൊ ഇത് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മള് ഇന്നലെ വണ്ടി കഴുകാന്ന് പറഞ്ഞിട്ട് നടന്നില്ല. കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലായിടത്തും പോസ്റ്റ് ആയിരുന്നല്ലോ, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇന്നലെ പോയടുത്ത് തന്നെ പോവാണ്. ഇന്ന് അവിടെ തിരക്കില്ലെന്നാണ് പറഞ്ഞത്. നമ്മുടെ രണ്ട് മച്ചന്മാരെ അവിടെ നിൽപ്പുണ്ട്. അതിപ്പോൾ ഒന്ന് തിരക്കില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അവിടെ ജസ്റ്റ് വാട്ടർ പ്രഷർ വാഷിനെ കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഒരു പരിപാടിയുണ്ട്, അത് സർപ്രൈസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് പ്രഷർ വാഷിന് കൊടുക്കണം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാൻ വെച്ചാൽ മതി വഴി. പിന്നെ നമ്മൾ വണ്ടി കഴുകാൻ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം അതിൻ്റെ ചെയിനും കൂടെ ഒന്ന് വാഷ് ചെയ്യണം. ചെയിനും കൂടെ വാഷ് ചെയ്തിട്ട് ഓയിലിടണം. കുറേ നാളായി ചെയിൻ അങ്ങനെ നമ്മൾ നോക്കാറില്ലായിരുന്നു. ചെയിൻ്റെ സ്ലാഗ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, അത്യാവശ്യം നല്ല സ്ലാഗ് ഉണ്ട്. ഇത് കാണാം, കഴുകി വൃത്തിയാക്കിയിട്ട് വീഡിയോ എടുക്കാൻ. ഇപ്പോഴത്തെ ലുക്കും കഴുകി കഴിയുമ്പോഴുള്ള ലുക്ക് നിങ്ങൾ നോക്കിയിട്ട് ഇതുണ്ടോ. ഇവിടെ മൊത്തം ചെളിയാണ്, ഫുൾ അഴുക്കായിട്ടിരിക്കാൻ വേണ്ടി. കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ നല്ല സെറ്റപ്പ് ആക്കിയിട്ട് വണ്ടിയുടെ വീഡിയോ ഇടാം കേട്ടോ. വരെ അപ്പോൾ നമ്മൾ വണ്ടി ഇവിടുന്ന് ചുമ്മാ പ്രഷർ വാഷ് ചെയ്ത് ഇറക്കി കേട്ടോ. പ്രഷർ വാഷ് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല നീറ്റായി വണ്ടി. ഇനി നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോകാൻ പോവാണ്. അവിടെ ഒരു സ്പെഷ്യൽ ഉണ്ട്. അതായത് നമ്മൾ ഇവിടെ നെടുങ്കണ്ടംകാർക്ക് മാത്രം അറിയാവുന്ന ഒരു സ്ഥലമാണ്. അത്യാവശ്യം ഇവിടുത്തെ എല്ലാവരും പോകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്കിന്ന് അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇവിടുത്തെ ഒരു അത്യാവശ്യം ലെങ്തി ആയി പോകും വീഡിയോ. അന്നേരം ഞാൻ അത്യാവശ്യം പോകുന്ന ഒരു റൂട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണിച്ചിട്ട് അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോ കാണിക്കാം കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. വേണ്ട, ഫ്രണ്ട് ടയർ തീരെ കാറ്റില്ല കേട്ടോ. ഫ്രണ്ട് ടയറിന് കാറ്റില്ലാത്ത കാരണം തന്നെ നമ്മൾ ഒന്ന് കാറ്റടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ആണെങ്കിൽ ഇത് കേട്ടോ, ഫ്രണ്ട് ടയർ തീരെ ഇല്ലെന്ന് തോന്നുന്നു. ആ, ബാക്കും കുറവാണ്. കുറേ ആയി അടിച്ചിട്ട്. കറക്റ്റ് അതായത് നെടുങ്കണ്ടത്ത് താന്നിമൂട്, അവിടുന്ന് താന്നിമൂട്ടിൽ നിന്ന് കോമ്പയാർ പോകണം. കോമ്പയാറിലാണ് ഈ സ്ഥലമുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ കൂടെ ഉണ്ട്. അപ്പോൾ അടിപൊളി സ്ഥലമാണ് കേട്ടോ, നൈസാണ്. നമുക്ക് വണ്ടി അവിടെ ഇറക്കി നിർത്താനൊക്കെ പറ്റും. നൈസ് ഒരു സ്പോട്ടാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും കേട്ടോ. അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. താന്നിമൂടിന് നമ്മൾ ലെഫ്റ്റ് പോകണം കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് പോകണം. ഇത് താന്നിമൂട് ടു കോമ്പയാർ റോഡാണ് കേട്ടോ. ഇത് കോമ്പയാറിൽ ചെറിയൊരു സിറ്റിയാണ്. അപ്പം ഇവിടുന്ന് ഇനിയിപ്പം നമ്മൾ മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഹെൽമെറ്റ് ഇല്ല. എന്തായാലും എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ഹെൽമെറ്റ് ഞാൻ അവനാട്ടോ കൊടുക്കുന്നത്. ഞാൻ എന്നിട്ട് വേറെ ഒരു ആക്സർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആക്സർ അതും ഒരു സെക്കൻഡ് യൂസ്ഡ് ഹെൽമെറ്റാണ്. പക്ഷെ അത് വലിയ കുഴപ്പമില്ല. ഹെൽമെറ്റ് ഒത്തിരി യൂസ് ആക്കിയതൊന്നല്ല. നമ്മുടെ ഒരു ചേട്ടൻ്റെ കയ്യിലിരിക്കുന്നതാണ്. അപ്പോൾ എത്താറായിട്ടോ. ഇവിടെ സാധനം മേടിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ചെറിയ കടയിൽ വന്നിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് സാധനം മേടിക്കണം. സാധനം മേടിച്ചിട്ട് വേണം മേളിലേക്ക് പോകാൻ. നമ്മൾ കടയിൽ നിന്ന് സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. മറ്റേ നമ്മളിത് ഈ കടയുടെ അവിടെ വന്ന്
ഈ കയറ്റം തുടങ്ങുന്നതിൻ്റെ അവിടെ പാലാറാണ്. പാലാറിൽ ആ കടയൊക്കെ ഉള്ളൊരു ജംഗ്ഷനുണ്ട്. അവിടെ നിന്ന് വന്നിട്ട് ഈ ലെഫ്റ്റ് വഴിയാണ് പോകേണ്ടത് കേട്ടോ. ഇതിലെയാണ് പോകേണ്ടത്. ഇവിടെ ഓൾറെഡി ആളുണ്ട്. ഇതുണ്ടോ, നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വണ്ടി ഇറക്കിയിട്ട് ഇവിടുന്ന് വണ്ടി കഴുകാൻ പറ്റും കേട്ടോ. നൈസ് ഒരു സ്പോട്ടാണത്. ഇവിടെ ഒരു ചെറിയ പാലമൊക്കെ ഉണ്ട്. നല്ല വെള്ളമുള്ള സമയത്ത് വരുവാണെങ്കിൽ അടിപൊളിയാണ് സ്പോട്ടെന്ന് പറയുന്നത്. ഇവിടെ ഇട്ട് നമുക്ക് കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന്. നൈസാണ്. വണ്ടി ഇറക്കി നിർത്തി നമുക്ക് കഴുകാൻ പറ്റും. അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അറിയത്തില്ല, തന്നില്ല നിന്നെ ഇടിക്കും ഞാൻ. ചോദിക്കേ. 3 വണ്ടിയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പ്രഷർ വാഷ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെയിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെയിൻ ക്ലീൻ ചെയ്തിട്ട് ഇനിയിപ്പോൾ വണ്ടി ബോഡി ഫുള്ള് നല്ല രീതിക്ക് കഴുകണം. അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ചെളിയുണ്ട്. എന്തെന്ന് പറഞ്ഞാലും ഇത് കണ്ടില്ലേ, ചെറിയ ചെളികളുണ്ട് ഇവിടെ ഇവിടെയൊക്കെ. അപ്പോൾ നല്ല നീറ്റായിട്ട് കഴുകി എടുത്തിട്ട് നല്ല വീഡിയോ പിടയ്ക്കണമെന്ന്. ഇത് ഫുൾ ഓടാ. ഇത് ഇവിടെ ഒരു ഓട്ടോറിക്ഷ കഴുകാൻ വന്നിട്ടുണ്ട്. ഡ്യൂക്ക് ഇവിടെ, ആളത്തോടെ നമ്മുടെ യൂണിക്കോണ്. ഇവിടുന്ന് അതേ അങ്ങോട്ടൊക്കെ അത്യാവശ്യം സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വെള്ളം ഒഴുകുന്നതാണ്. ഇതേത് കണ്ടില്ലേ, അതിലൊക്കെ വെള്ളം ഒഴുകി വരുന്നതാണ് കേട്ടോ. മറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ വച്ചിട്ടുണ്ട്. നൈസായിട്ട് ക്ലോത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വണ്ടി ഒരു ശകലം നേരം തണുക്കട്ടെ, എന്നിട്ട് നമ്മൾ കഴുകാൻ ആരംഭിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അവൻ്റെ ഹാൻഡിലൊന്ന് ചെറുതായിട്ട് അതിൻ്റെ മറ്റേ സാധനം പൊട്ടിയിരിക്കുക. ഒരു ടൈറ്റ് ചെയ്ത് വെക്കത്തില്ലേ മുകളിൽ, അപ്പോൾ അത് പൊട്ടിയിരിക്കുക. അതൊന്ന് ലൂസാക്കിയിട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാണിച്ചു തരാവേ. ഈ സാധനം പൊട്ടിയിരിക്കുക. അപ്പോൾ ഈ ഹാൻഡിൽ നമുക്ക് ഇങ്ങോട്ട് വരുവാണ്. അത് ലൂസാണ്. അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അരിക്കുന്നത് കേട്ടോ. പിന്നീട് വണ്ടി റെഡിയായി. ഇന്നലെ നമ്മൾ ടയർ മാറാൻ പോയിട്ടുണ്ടായിരുന്നു. ടയർ മാറാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഹാൻഡിൽ നമ്മൾ ഇങ്ങോട്ട് വരുമായിരുന്നു. അതായത് നമ്മൾ ഓടിക്കുന്ന സ്ഥലത്തോട്ട് ആ ടാങ്കിൻ്റെ സൈഡിലേക്ക് വളഞ്ഞ് വരികയായിരുന്നു. അത് കാരണമാണ് അത് ഊരി ടൈറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ പരിപാടി തുടങ്ങാം കേട്ടോ. വണ്ടി കഴുകാൻ പോവാണ്. വണ്ടി ഓക്കെ, ലോക്കായി. ഇനി വണ്ടി കഴുകാൻ പോവാട്ടാ. സ്റ്റാർട്ട് ദ വീഡിയോ. അങ്ങോട്ട് പോടാ. ആ എന്നത് അയറാ. അത് വേറെ എന്താ പരിപാടി? അതല്ലടാ, എനിക്കൊന്നും അത് വലിയ ടയറൊക്കെയാണ്. അറിയത്തില്ല എനിക്ക് അതിനെപ്പറ്റി. ഞാൻ കണ്ട വണ്ടി ഫുള്ള് സെറ്റായി. ഓ, എത്ര നാൾക്ക് ശേഷമാണെന്നറിയോ ഇത്ര സെറ്റാവുന്ന വണ്ടി. ഹലോ മച്ചാന്മാരെ, അപ്പോൾ നമ്മൾ വണ്ടി മൊത്തം കഴുകി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അതെ, 3 എണ്ണം നല്ല അടിപൊളിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. നൈസ് സ്പോട്ടാണ്. അപ്പം ഇതിപ്പം നെടുങ്കണ്ടത്തുനിന്ന് കോമ്പയർ വന്നിട്ട് ഇവിടുന്ന് പാലാറാട്ടോ സ്ഥലം. കറക്റ്റ് പാലാറെന്നാണ് പറയുന്നത്. ഇത് കണ്ടില്ലേ, സ്പോട്ട് കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. ഇതുണ്ട്, ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ട് കേട്ടോ. നൈസാണ്. അവിടെ പാലാറ് സിറ്റി എന്ന് പറഞ്ഞാൽ മതി. നെടുങ്കണ്ടത്ത് വന്നിട്ട് പാലാറ് സിറ്റി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് മേളിലേക്ക് കയറുമ്പോൾ പാലാറ് സിറ്റി വന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയ ജംഗ്ഷനാണ്. അവിടെ വന്ന് കഴിഞ്ഞ് കുറച്ച് മേളിലേക്ക് കഴിയും. ഞാൻ വന്ന വഴി കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ഇടത്തോട്ടൊരു റൂട്ടാണ്. അപ്പോൾ അതിൽ ഇറങ്ങി വരുമ്പോൾ നേരെ വരുന്നത് ഈ റോഡിലോട്ടാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, വെള്ളം നൈസാണ്. വെള്ളം റോട്ടിക്കോടാണ് ഒഴുകുന്നത്. നമുക്ക് ഇവിടുന്ന് വെള്ളം കോരിയിട്ട് നൈസായിട്ട് കഴുകാൻ പറ്റും. വണ്ടിയൊക്കെ അടിപൊളിയായിട്ട് വൃത്തിയായിട്ടാ, ഫുള്ള് നീറ്റായി. സത്യം പറയാലോ, ഒരാഴ്ചയായിട്ട് ഞാൻ കഴുകാൻ വേണ്ടി നടക്കുമായിരുന്നു. സർവീസ് സെൻറ്ററിലൊക്കെ പോയിട്ട് കഴുകാൻ വേണ്ടി നടന്നു. ഇന്ന് ഞാൻ ഒന്നുകൊണ്ട് പ്രഷർ വാഷ് ചെയ്യിച്ചു. ഫുള്ള് ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്യിച്ചു. എന്നിട്ട് ഇനി നൈസായിട്ട്
ഇവിടെ വന്ന് കഴിയും. അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇന്നിവിടെ ആയിരുന്നു, ഇതായിരുന്നു നമ്മുടെ കുറച്ച് നേരം, ഒരു 1.5 മണിക്കൂറായിട്ട് ഇവിടെ തന്നെയായിരുന്നു. മൊത്തം കഴുകി വൃത്തിയാക്കി. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞത്, എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പറഞ്ഞു തരണം കേട്ടോ കറക്റ്റായിട്ട്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സൈനിങ് ഓഫ് ദിസ് ചാനൽ ട്രാവൽ ബഡീസ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.